ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് MS ആക്സസ്, അതായത് മൈക്രോസോഫ്റ്റ് ഓഫീസിന്റെ ആക്സസ് എന്ന സോഫ്റ്റ്വെയറിനെ കുറിച്ചാണ്. സാധാരണയായി ഇത് 3 രീതികളിലൂടെ പ്രവർത്തിപ്പിക്കാവുന്നതാണ്. ഒന്നാമത്തെ രീതിയിൽ സ്റ്റാർട്ട് മെനുവിൽ ക്ലിക്ക് ചെയ്ത് ഓൾ പ്രോഗ്രാംസ് വഴി മൈക്രോസോഫ്റ്റ് ആക്സസ് ഓപ്പൺ ചെയ്യാവുന്നതാണ്. രണ്ടാമത്തെ രീതിയിൽ ഡെസ്ക്ടോപ്പിൽ ഷോർട്ട്കട്ട് മെനു ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഈ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യാവുന്നതാണ്. മൂന്നാമത്തെ രീതിയിൽ സ്റ്റാർട്ട് മെനുവിൽ ക്ലിക്ക് ചെയ്ത് റൺ എന്ന മെനുവിൽ ക്ലിക്ക് ചെയ്ത് അവിടെ MS ആക്സസ് എന്ന് ടൈപ്പ് ചെയ്ത് OK അടിച്ചാലും MS ആക്സസ് ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മുൻപിൽ ഒരു വിൻഡോ പ്രത്യക്ഷപ്പെടുന്നു. അതാണ് ഓപ്പണിംഗ് വിൻഡോ. ഈ വിൻഡോയെ വിവിധ സെക്ഷനുകളാക്കി വിഭജിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. മൈക്രോസോഫ്റ്റ് ആക്സസ് എന്ന് മുകളിൽ എഴുതിയിരിക്കുന്ന ബാറിനെ ടൈറ്റിൽ ബാർ എന്ന് പറയുന്നു. ഇതിന്റെ റൈറ്റ് സൈഡിൽ ചുവപ്പ് കളറിൽ കാണുന്ന ഈ അടയാളത്തിൽ, അതായത് ക്രോസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ ഈ വിൻഡോ ക്ലോസ് ചെയ്യാവുന്നതാണ്. അതിനടുത്തായി കാണുന്ന രണ്ടാമത്തെ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇതിനെ റീസ്റ്റോർ ചെയ്യാവുന്നതാണ്. വീണ്ടും ഈ ബട്ടണിൽ തന്നെ ക്ലിക്ക് ചെയ്താൽ ഇതിനെ മാക്സിമൈസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ കാണുന്ന മിനിമൈസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ ഈ വിൻഡോയെ മിനിമൈസ് ചെയ്ത് ടാസ്ക് ബാറിൽ ഒരു ബട്ടണായി ഇടാവുന്നതാണ്. വീണ്ടും അതിൽ തന്നെ ക്ലിക്ക് ചെയ്താൽ ആദ്യത്തെ രീതിയിലേക്ക് തിരിച്ചു വന്നതായി കാണാം. പിന്നീട് ഫയൽ, എഡിറ്റ്, വ്യൂ എന്നിങ്ങനെ ടൈപ്പ് ചെയ്തിട്ടുള്ള ഈ ബാറിനെ മെനു ബാർ എന്നാണ് പറയുന്നത്. അതിനു താഴെ കറസ്പോണ്ടിംഗ് ആയിട്ടുള്ള ടൂൾ ബാർ എന്ന ഓപ്ഷനെ കാണാവുന്നതാണ്. ഏറ്റവും താഴെയായിട്ട് കാണുന്ന ഈ ബാറിനെ സ്റ്റാറ്റസ് ബാർ എന്നാണ് പറയുന്നത്. നമ്മൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഫയൽസ്, ടൈം എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുള്ള ഈ ബാർ വളരെ യൂസ്ഫുൾ ആണ്. ഇനി ഇതിന്റെ ഉപയോഗത്തെപ്പറ്റി പഠിക്കാം. മൈക്രോസോഫ്റ്റ് ആക്സസ് എന്ന സോഫ്റ്റ്വെയർ ഡാറ്റാബേസ് എന്ന സോഫ്റ്റ്വെയർ ആണ്, അല്ലെങ്കിൽ ബാക്ക്എൻഡ് എന്ന സോഫ്റ്റ്വെയർ ആണ്. അതായത് നമ്മൾ സ്ക്രീനിൽ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറിൽ നിന്ന് ഡാറ്റയെ റിസീവ് ചെയ്ത് ആക്സസിലേക്ക് സ്റ്റോർ ചെയ്യുക, അല്ലെങ്കിൽ ബാക്ക്എൻഡ് എന്ന സോഫ്റ്റ്വെയറിലേക്ക് സ്റ്റോർ ചെയ്യുക. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിനെ ഡാറ്റയെ ബേസ് ചെയ്ത് ഇതേ രീതിയിൽ രണ്ടായി പഠിക്കാം. ഫ്രണ്ട് എൻഡ് സോഫ്റ്റ്വെയർ, ബാക്ക് എൻഡ് സോഫ്റ്റ്വെയർ എന്നിങ്ങനെയാണവ. നമ്മൾ സ്ക്രീനിൽ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറിനെയാണ് ഫ്രണ്ട് എൻഡ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. എന്നാൽ ഫ്രണ്ട് എൻഡ് സോഫ്റ്റ്വെയറിൽ നിന്ന് ഡാറ്റയെ സ്വീകരിച്ച് കമ്പ്യൂട്ടറിന്റെ സെക്കൻഡറി മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് ബാക്ക് എൻഡ് സോഫ്റ്റ്വെയർ. എന്നാൽ ചില സാഹചര്യങ്ങളിൽ ബാക്ക് എൻഡ് സോഫ്റ്റ്വെയർ തന്നെ നമുക്ക് സ്ക്രീനിൽ ഉപയോഗിക്കുവാൻ സാധിക്കുന്നതാണ്. അതായത് ഒരു ഫ്രണ്ട് എൻഡ് സോഫ്റ്റ്വെയറിന്റെ സഹായം കൂടാതെ തന്നെ നേരിട്ട് നമുക്ക് ബാക്ക് എൻഡ് സോഫ്റ്റ്വെയറിലേക്ക് ഡാറ്റ എൻ്റർ ചെയ്യാനും സാധിക്കും. എന്നാൽ ഒരുപാട് കാൽക്കുലേഷനും പ്രോഗ്രാമിംഗും ഒക്കെ ആവശ്യമായി ഉള്ളപ്പോൾ ഒരു ഫ്രണ്ട് എൻഡ് സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടു കൂടിയായിരിക്കും ഒരു ബാക്ക് എൻഡ് സോഫ്റ്റ്വെയറിലേക്ക് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്. ഇതിനുദാഹരണമാണ് വിഷ്വൽ ബേസിക് എന്ന ഫ്രണ്ട് എൻഡ് സോഫ്റ്റ്വെയർ.